നമസ്കാരം. ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു ദിലീപിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നത്. ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു. പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത്. ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത്. ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയുണ്ട്. അത്തരത്തിൽ പലപ്പോഴും ചാനൽ ചർച്ചകളിലും മറ്റും ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരാനിരിക്കെ ദിലീപ് നിരപരാധിയാണെന്ന് ആവർത്തിച്ച് അദ്ദേഹം എത്തിയിരുന്നു. അതേസമയം തന്നെ മലയാള സിനിമാ ലോകത്തെ അപ്പാടെ നടിക്കുന്ന സംഭവമാണ് 2017 കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. പ്രതിസ്ഥാനത്തേക്ക് നടൻ ദിലീപ് എത്തിയതിനെ തുടർന്ന് സിനിമാ രംഗത്തെ അപ്പാടെ തകിടം മറിക്കുന്ന സംഭവവികാസങ്ങൾ കേരളം സാക്ഷിയായി. ദിലീപ് നിരപരാധിയാണെന്നും കേസിൽ കുടുക്കപ്പെട്ടതാണെന്നുമാണ് സിനിമയിലെ ഒരു വിഭാഗം വാദിക്കുന്നത്. ദിലീപിനെ പിന്തുണച്ച് പരസ്യമായി തന്നെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ ഒരാളെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കാൻ സാധിക്കില്ലെന്ന് പറയുകയാണ് നടൻ കലാഭവൻ റഹ്മാൻ. ദിലീപ് കത്തി നിൽക്കുന്ന സമയത്താണ് ആരോപണം വന്നതെന്നും അതോടെ ദിലീപ് ഡൗൺ ആയിപ്പോയെന്നും താരത്തിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ കലാഭവൻ റഹ്മാൻ പറഞ്ഞു. ദിലീപ് ഡൗൺ ആയിരിക്കുന്ന ആ സമയത്ത് സംസാരിച്ചിരുന്നു. നമുക്ക് എല്ലാവരെയും കുറിച്ച് അറിയാമല്ലോ, ഒരു ധാരണ ഉണ്ടല്ലോ. സിദ്ദീഖുമായിട്ടും നല്ല ബന്ധമാണ്. 2 ആഴ്ച മുൻപ് സിദ്ദീഖിന്റെ വീട്ടിൽ പോയി 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇപ്പോൾ പേടിയാണ് സംസാരിക്കാൻ. കുറ്റവാളിയാക്കി കാണിക്കാൻ എളുപ്പമാണ്. പക്ഷെ കുറ്റവാളിയാണെന്ന് കോടതിയിൽ തെളിയിക്കണ്ടേ? അതുവരെ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റുമോ? ഇയാൾ ഒരു പ്രശ്നക്കാരനാണെന്ന് ചൂണ്ടിക്കാണിക്കാനേ പറ്റൂ. സെലിബ്രിറ്റി ആകുമ്പോൾ മീഡിയ അത് വലിയ വാർത്തയായി കൊടുക്കും. സാധാരണക്കാരനാണെങ്കിൽ കൊടുക്കുമോ? ഒരു ഓട്ടോക്കാരൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ വാർത്ത കൊടുക്കാൻ ഇത്രയും ഹൈപ്പ് ഉണ്ടാകുമോ? സെലിബ്രിറ്റി ആകുമ്പോൾ അതിന് മുകളിൽ കയറി അർമാദിക്കാം എന്നാണ്. മീഡിയ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. മീഡിയ അത്യാവശ്യം തന്നെയാണ്. പല വാർത്തകളും പുറത്തു കൊണ്ടുവരുന്നത് മീഡിയയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വേണം. എല്ലാവർക്കും ഉണ്ട് സ്വാതന്ത്ര്യം. ചുമ്മാ കയറി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇത് താൻ സിദ്ദീഖിനെ ന്യായീകരിക്കുന്നതല്ല. കുറ്റം തെളിയിക്കപ്പെട്ട ശേഷം ശിക്ഷ കൊടുക്കാനുള്ള ഒരു വലിയ അതോറിറ്റി ഉണ്ടല്ലോ നമുക്ക്. അതവർ ചെയ്യട്ടെ. ദിലീപിന്റെ കാര്യവും അങ്ങനെ തന്നെ. ദിലീപിന് മേൽ കുറ്റം ചാർത്തിയിട്ടേ ഉള്ളൂ, ശിക്ഷ കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ കാലിബർ പോയില്ലേ? കത്തി നിൽക്കുന്ന സമയത്താണ് ദിലീപ് ഡൗൺ ആയിപ്പോയത്. എത്രയോ വലിയ നടനാണ്, എത്ര പേരെ ചിരിപ്പിച്ച നടനാണ്. കലാഭവൻ റഹ്മാൻ പറഞ്ഞു. സിനിമാഭിനയത്തിന് മുൻപ് കലാഭവനിൽ വെച്ച് തന്നെ ദിലീപുമായി ബന്ധമുണ്ട്. കലാഭവനിലേക്ക് ദിലീപിനെ കൊണ്ടുവന്നത് താനാണ്. കലാഭവനിൽ താൻ ട്രൂപ്പ് ലീഡർ ആയിരുന്നു. താൻ വിചാരിച്ചാൽ കലാഭവനിൽ കയറാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് തന്റെ വീട്ടിലേക്ക് ദിലീപും സുനിലും വന്നു. മിമിക്രി കാണിച്ചിട്ട് കലാഭവനിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു അത്. സുനിലിനാണ് കലാഭവനിലേക്ക് വരേണ്ടത്. താൻ നോക്കിയപ്പോൾ മിമിക്രിയിൽ ദിലീപാണ് ബെറ്റർ. അങ്ങനെ ജയറാം അപരനിലേക്ക് പോയ ഗ്യാപ്പിൽ ദിലീപിനെ കലാഭവനിൽ കയറ്റിയെന്നും കലാഭവൻ റഹ്മാൻ പറഞ്ഞു. താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും കലാഭവൻ റഹ്മാൻ പ്രതികരിച്ചു. അമ്മയെ AMMA എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ആ പേര് പെട്ടെന്ന് മുളച്ചു വന്നതൊന്നുമല്ല. ശരിക്കും ആലോചിച്ചിട്ടിട്ട പേരാണ്. ഒരുപാട് പേർക്ക് സാന്ത്വനം നൽകുന്ന താരങ്ങളെ സഹായിക്കുന്ന സംഘടനയാണ്. ആ അമ്മയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ മീഡിയയും ആൾക്കാരും ചേർന്ന് പിച്ചു ചീന്തുന്നത് മോശമാണ്. സിദ്ദീഖിനെ കുറിച്ചും ഇടവേള ബാബുവിനെ കുറിച്ചും ഒക്കെ ആരോപണമാണ് വന്നത്. കുറ്റക്കാരെന്ന് തെളിഞ്ഞിട്ടൊന്നുമില്ല. ആരോപണം വന്നപ്പോൾ തന്നെ എല്ലാവരും എടുത്ത് ആഘോഷിച്ചുവെന്നും കലാഭവൻ റഹ്മാൻ പറഞ്ഞു.